വറുത്തെടുക്കുക. അല്ലാത്ത സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ ഓയിലുകളൊന്നും ഒഴിച്ച് ഇത് ഉണ്ടാക്കല്ലേ, നമുക്ക് അതിൻ്റെ ഒരു രുചി കിട്ടത്തില്ല. അന്നേരം നമുക്ക് നല്ലതായിട്ട് അരഞ്ഞ് കിട്ടും. ചില കപ്പ പുഴുങ്ങുകളുണ്ടെങ്കിൽ ഞാനിവിടെ ഇത് മുക്കി അടിക്കാൻ ഏറ്റവും പറ്റിയ ഐറ്റമാണ്. ഹായ്, നമസ്കാരം. ഓട്ടോഫൈ ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഒരു പത്തലമുളക് വെച്ച് ഒരു നല്ലൊരു ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പത്തലമുളക് വെച്ച് ചമ്മന്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ദോശയുടെ കൂട്ടത്തിൽ ചോറിന് ഇതുണ്ടെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിൽ വേറൊരു കറിയും വേണ്ട. നമുക്ക് ഇച്ചിരി നല്ല എണ്ണയൊക്കെ ഒഴിച്ച് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കി എടുത്താൽ ഇത് കുറച്ച് ദിവസം കേടാതിരിക്കുകയും ചെയ്യും. ചോറിൻ്റെ കൂടെ കഴിച്ചാൽ വേറൊരു കറിയും വേണ്ട. നമുക്ക് ദോശയുടെ കൂടെ സൈഡ് ഡിഷായിട്ട് നമ്മുടെ തേങ്ങാ ചമ്മന്തിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉണക്കമുളക് ചമ്മന്തിയാണ്. നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ ഓയിൽ ഒഴിക്കല്ലേ, വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ ഉണ്ടാക്കണം. 5 അല്ലി ചെറിയ ഉള്ളി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം. നമ്മുടെ മുളക് പെട്ടെന്ന് മൂത്ത് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഉള്ളി ചേർത്ത് കൊടുത്തത്. നമുക്കിനി മുളക് പൊടി ഇട്ട് വറുത്തെടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് വരെ വേണമെങ്കിൽ നമുക്ക് നല്ലെണ്ണ ഉപയോഗിക്കാം. നല്ലെണ്ണ ഉപയോഗിച്ച് നമ്മൾ അച്ചാർ പോലെ നമുക്ക് കുറേ നാൾ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റും. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഉപയോഗിച്ച് വേണം നമ്മളിത് ഉണ്ടാക്കാൻ. നമ്മൾ അല്ലാത്ത സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ ഓയിലുകളൊന്നും ഒഴിച്ച് ഇത് ഉണ്ടാക്കല്ലേ, നമുക്ക് അതിൻ്റെ ഒരു രുചി കിട്ടത്തില്ല. ഇതിന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുളക് ചമ്മന്തി എന്ന് പറയാം, മുളക് അച്ചാർ എന്ന് പറയാം, ഇങ്ങനെ ഏത് പേരുകളും പറയാം. നമുക്ക് കുറേ ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഐറ്റമാണ് ഇത്. നമ്മുടെ പരുവം എന്ന് പറഞ്ഞാൽ ഈ മുളകൊക്കെ നല്ലപോലെ വീർത്ത് വരും. ആ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അന്നേരം നമുക്ക് നല്ലതായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു ചെറിയ കറക്കുളക്കാം. അപ്പോൾ നമ്മുടെ മുളക് ചമ്മന്തി, നമ്മുടെ മുളക് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശകലം വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ചെറിയൊരു പുളിക്ക് വേണ്ടി കേട്ടോ. അടിപൊളി മണം വരാൻ തുടങ്ങി. അങ്ങനെ നല്ലപോലെ ഉരുട്ടി റെഡിയാക്കി വെച്ച് നമുക്ക് ഒരാഴ്ച നല്ലപോലെ കേടാകാതെ ഇരുന്ന് അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിതിൻ്റെ രുചിയും കൂടെ നോക്കാം. ചില കപ്പ പുഴുങ്ങുകളുണ്ടെങ്കിൽ ഞാനിവിടെ ഇത് മുക്കി അടിക്കാൻ ഏറ്റവും പറ്റിയ ഐറ്റമാണ്. നല്ല എരിവാണ്. നമ്മൾ പിരിയമുളക് ഇട്ടുണ്ടാക്കുവാണെങ്കിൽ ഇച്ചിരി എരിവ് കുറഞ്ഞിരിക്കും. ഇത് നമ്മൾ എരിവുള്ള മുളകിട്ടാണ് ഉണ്ടാക്കിയത്. അത് നല്ല എരിവാണ്. ഇപ്പോൾ എരിവ് കൊള്ളിച്ചുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ എരിവ് മാറിക്കോളും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ട്രൈ നോക്കണം. ട്രൈ നോക്കി പിന്നെ നമ്മൾ ആഴ്ചയിലൊന്ന് ഈ സാധനം ഉണ്ടാക്കുക. അതുപോലെ സൂപ്പറാണ്. ട്രൈ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.